ഹലോ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 2 മൊഡ്യൂൾസിൽ ഇതുവരെ പഠിച്ചത് എന്താണെന്ന് നോക്കാം. ഇതുവരെ നിങ്ങൾ പഠിച്ചത് എന്ത് വിൽക്കണം, എവിടെ വിൽക്കണം, എങ്ങനെ വിൽക്കാം, മാത്രമല്ല പ്രൈസിംഗ് ആൻഡ് സ്കീമിനെ കുറിച്ചും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡീലർ പോയിന്റിലും മാർക്കറ്റിലും DS എന്ന നിലയിൽ നിങ്ങളുടെ പങ്ക് എന്തായിരിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ മുഴുവൻ ദിവസത്തെ ജോലിയും 3 ഭാഗങ്ങളായി തിരിക്കാം. പ്രീ മാർക്കറ്റ് വർക്ക് എന്നാൽ മാർക്കറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്ത ജോലി എന്നാണ് അർത്ഥമാക്കുന്നത്. മാർക്കറ്റ് വർക്ക് എന്നതിനർത്ഥം നിങ്ങൾ മാർക്കറ്റിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അവസാനമായി പോസ്റ്റ് മാർക്കറ്റ് വർക്കുണ്ട്, അതായത് മാർക്കറ്റ് ജോലികൾ അവസാനിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടവ. ആദ്യം മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഓർഡേഴ്സ് എടുക്കുന്നതിലുപരി ശ്രദ്ധ ചെലുത്തേണ്ട പ്രൊഡക്ട്സിനെ കുറിച്ച് എല്ലാ DSകളെയും അറിയിക്കുന്ന ഡീലർ പോയിന്റിലെ ഒരു ഗേറ്റ് മീറ്റിങ്ങിലൂടെയാണ് നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യും. ഇനി നമുക്ക് പ്രീ മാർക്കറ്റിൻ്റെ ആദ്യ ദൗത്യം, അതായത് റൂട്ട് പ്ലാനിങ് മനസ്സിലാക്കാം. മാർക്കറ്റിൽ ഏത് ക്രമത്തിലാണ് കടകൾ സന്ദർശിക്കേണ്ടത്, എവിടെയാണ് തീരുമാനിക്കുന്നത്. രണ്ടാമത്തത് ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആൻഡ് പ്ലാനിംഗ് ആണ്. നൽകിയിരിക്കുന്ന ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഫോക്കസ് പ്രോഡക്റ്റ്, NPD അല്ലെങ്കിൽ ന്യൂലി ലോഞ്ച്ഡ് പ്രോഡക്റ്റ് മുതലായവ ഇവിടെ ഓർക്കുക. മൂന്നാമത്തെ ഘട്ടം പ്രിപ്പറേഷനാണ്. മാർക്കറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങളുടെ വാജ്ര സമന്വയിപ്പിക്കുക. നിങ്ങളുടെ മെർക്കൻഡൈസിംഗ് കിറ്റ് കരുതുക. ന്യൂലി ലോഞ്ച്ഡ് പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾസ് നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് സന്ദർശിക്കാനുള്ള സമയമാണ്. ഡീലർ പോയിന്റിൽ നിങ്ങളുടെ എല്ലാ ജോലികളും പൂർത്തിയാക്കിയ ശേഷം ശരിയായ സമയത്ത് റൂട്ടിലെ ആദ്യത്തെ ഷോപ്പിൽ എത്തിച്ചേരുക എന്നതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം. ബീഡ്സിൻ്റെ 35 കടകളിൽ നിന്നും ഓർഡേഴ്സ് എടുക്കാനും കഴിയുന്നത്ര ലൈൻസ് വിൽക്കാനും ശ്രമിക്കുക. നിങ്ങൾക്കും ഇതിൽ ധാരാളം ഗുണങ്ങളുണ്ട്, കാരണം ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കാം. മാർക്കറ്റിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. റൂട്ടിലെ ആദ്യത്തെ കടയിലെത്തിയ ശേഷം കടയുടെ മുന്നിൽ നിന്ന് ഒരു സെൽഫി എടുത്ത് വജ്രയിലേക്ക് അപ്ലോഡ് ചെയ്യുക. കടയുടമയുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിക്കുക. കടയുടമയിൽ നിന്ന് പെർമിഷൻ ലഭിച്ച ശേഷം സ്റ്റോറിലെ സ്റ്റോക്കുകൾ പരിശോധിക്കുക. നിങ്ങൾ അനുമതി നൽകിയാൽ എനിക്ക് സ്റ്റോക്കുകളൊക്കെ പരിശോധിക്കാമോ? അതെ, ഉറപ്പാണ്. ശരി, നന്ദി. കടയിൽ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും അവൈലബിലിറ്റി, വിസിബിലിറ്റി, ഫ്രഷ്നസ് അല്ലെങ്കിൽ AVF എന്നിവ മനസ്സിൽ വയ്ക്കുക. സ്റ്റോറിൽ ലഭ്യമായ നിങ്ങളുടെ പ്രൊഡക്ട്സ് എല്ലാം ഷെൽഫിൻ്റെ മുൻവശത്ത് പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഷോപ്പിലേക്ക് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും കാണാവുന്ന തരത്തിലായിരിക്കണം. കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്ട്സ് എന്നത് ബെഞ്ച് മാർക്കാക്കി നിങ്ങളുടെ പ്രൊഡക്ട്സ് ശരിയായ സ്ഥലത്തും ശരിയായ അളവിലും സ്ഥാപിക്കുക. കടകളിലെ പ്രൊഡക്ട്സ് എല്ലാം കസ്റ്റമേഴ്സ് എളുപ്പത്തിൽ കാണുന്ന തരത്തിൽ പ്രദർശിപ്പിക്കണം. ഇതിനെ വിസിബിലിറ്റി എന്ന് വിളിക്കുന്നു.
ഇങ്ങനെ ചെയ്യുന്ന ഷെൽഫ് ഡിസ്പ്ലേയെ FOD എന്ന് വിളിക്കുന്നു, അതായത് ഫേസ് ഓൺ ഡിസ്പ്ലേ. ഇത് പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള അറിവും അതിൻ്റെ ആവശ്യകതയും വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഉപയോഗപ്രദമാണെന്ന് തെളിയിക്കുന്നു. അതുപോലെ നിങ്ങൾ ബിൻഗോ ചിപ്സ്, നംകീൻ, പോക്കറ്റ് പെർഫ്യൂം മുതലായവ വിൽക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് സ്ട്രിപ്സ് കടയുടെ മുന്നിൽ സ്ഥാപിക്കുക. സ്റ്റോറിൽ ബിൻഗോ റാക്ക് ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം മനോഹരമായി അലങ്കരിച്ചു വയ്ക്കുക. ജോ ദിക്താ ഹൈ വഹി ബിക്താ ഹൈ എന്നത് എപ്പോഴും ഓർക്കുക. പ്രൊഡക്റ്റിൻ്റെ ഫ്രഷ്നെസ് കണക്കിലെടുത്ത് പുതിയ സ്റ്റോക്സ് പുറകിലേക്കും മുമ്പ് നിർമ്മിച്ച സ്റ്റോക്സ് മുൻവശത്തേക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ അവ വേഗത്തിൽ വിറ്റഴിക്കപ്പെടും. അതിന് നമ്മൾ ഫിഫോ എന്നാണ് വിളിക്കുന്നത്, അഥവാ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വിളിക്കുന്നു. ഡാമേജ്ഡ് പ്രൊഡക്ട്സ് വജ്രയിൽ മാത്രം നൽകണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മാർക്കറ്റ് വിസിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സെല്ലിംഗ് പ്രോസസ്സാണ്, അതായത് പ്രൊഡക്റ്റ് കടയുടമയ്ക്ക് വിൽക്കുക. ഞാൻ സ്റ്റോക്ക് പരിശോധിച്ചു, എല്ലാം ശരിയാണ് കേട്ടോ, പക്ഷേ ഒപ്പിന് കുറവുണ്ട്. നിർദ്ദേശിച്ച അളവ് 20 പാക്കറ്റ് ആയിരുന്നോ, അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ 25 പാക്കറ്റ് അയക്കുന്നുണ്ട്. ശരി 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 ശരി. നിർദ്ദേശിച്ച ഓർഡർ സജസ്റ്റഡ് ഓർഡർ ക്വാണ്ടിറ്റി അനുസരിച്ച് നൽകുക. അതായത് വജ്രയിൽ നൽകിയിരിക്കുന്ന SOQ അത് വജ്രയിൽ തന്നെ നോട്ട് ചെയ്യുക. കട ഉടമയുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് ട്രേഡ് റിലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ രീതിയിൽ ആ കടകളുടെ ബിസിനസ് വർദ്ധിക്കുകയും നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുകയും ചെയ്യും. ഇതുകൂടാതെ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, മാർക്കറ്റ് സിങ്ക് എന്ന് വിളിക്കുന്ന നമ്മുടെ മാർക്കറ്റ് വർക്കിനിടെ വജ്രയുമായി ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഓർഡേഴ്സ് സ്ഥിരമായി സിങ്ക് ചെയ്യാൻ കഴിയും. ഓരോ 4-5 കടകളിൽ നിന്നും ഓർഡേഴ്സ് എടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ മുഴുവൻ ബീറ്റ് കഴിഞ്ഞതിന് ശേഷമോ നമ്മൾ ഇത് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ പ്ലാൻ നേടാൻ കഴിയും. ഈ മൊഡ്യൂളിൽ ഇതുവരെ നിങ്ങൾ ആ ദിവസത്തെ പ്രാഥമിക ജോലി മനസ്സിലാക്കുകയും സ്റ്റോറുകളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെ പരിപാലിക്കണമെന്നും പഠിച്ചു. അവസാനമായി ഇത് ഇവാലുവേഷനുള്ള സമയമാണ്. മാർക്കറ്റ് ജോലിയിലോ പോസ്റ്റ് മാർക്കറ്റ് വർക്കിലോ നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ കഴിയും. എപ്പോൾ വേണമെങ്കിലും ലക്ഷ്യം കൈവരിക്കാൻ എത്രത്തോളം ശേഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ പ്ലാൻ നേടാൻ കഴിയും. ആദ്യം മുതൽ അവസാനം വരെ മാർക്കറ്റിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കാൻ സെയിൽസ് കോൾ പ്രോസസ്സിലെ ദം വീഡിയോ മൊഡ്യൂൾ കാണുക എന്നത് ഇവിടെ പ്രധാനമാണ്. നിങ്ങളുടെ ബീറ്റിലെ എല്ലാ കടകളും കവർ ചെയ്ത ശേഷം നിങ്ങൾ വൈകുന്നേരം ഡീലർ പോയിന്റിലേക്ക് മടങ്ങുകയും കടകളുടെ ഓർഡേഴ്സ് വജ്രയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡീലേഴ്സ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫറും ചെയ്യും. ഞങ്ങൾ ഇതിനെ ഓർഡർ സിങ്ക് എന്ന് വിളിക്കുന്നു. അടുത്തതായി ഓരോ കടയിൽ നിന്നും നിങ്ങൾ എടുക്കുന്ന ഓർഡേഴ്സിന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റേഴ്സ് പ്രത്യേക ബിൽസ് തയ്യാറാക്കുന്നു. അടുത്ത ദിവസം ബിൽഡായ എല്ലാ സാധനങ്ങളും ഡീലർ പോയിന്റിൽ നിന്ന് ഒരു വാഹനത്തിൽ കയറ്റുകയും ഡെലിവറി പേഴ്സൺ ആ കടകളിലെല്ലാം എത്തിക്കുകയും ചെയ്യുന്നു. ഇനി കടയുടമകൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് പേയ്മെൻറ്റ് നൽകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കടയുടമകൾ ഡെലിവറി ചെയ്യുന്ന സാധനങ്ങൾക്ക് 2 തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യാം. ക്യാഷ് പേയ്മെൻറ്റ് കൂടാതെ ക്രെഡിറ്റ്. ക്യാഷ് പേയ്മെൻറ്റിൽ സാധനങ്ങൾ ലഭിച്ചാലുടൻ കടയുടമ ഡെലിവറി പേഴ്സൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതേ തീയതിയിൽ ഒരു ചെക്ക് നൽകുന്നു. ക്രെഡിറ്റിൽ കടയുടമ ഒരു ആഴ്ചയ്ക്കുള്ളിൽ വാങ്ങിയ സാധനങ്ങൾക്ക് പണം നൽകുന്നു. ഈ പേയ്മെൻറ്റ് നിങ്ങൾ കൈപ്പറ്റിയതാണ്. ഇതിനായി എല്ലാ ദിവസവും മാർക്കറ്റ് സന്ദർശിക്കുമ്പോൾ ആ മുമ്പത്തെ കടയുടെ ബിൽസ് കൂടെ കൊണ്ടുപോകണം.
ഇത് കൂടാതെ ഇന്നത്തെ കാലത്ത് കടയുടമകൾ ഉഡാറ്റി ആപ്പ് അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ്സ് വഴിയും ഡീലർക്ക് പണം നൽകുന്നു. ഇതോടെ നമ്മൾ നമ്മളുടെ മൂന്നാമത്തെ മൊഡ്യൂൾ പൂർത്തിയാക്കി. ഈ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചത് നമ്മൾ സംസാരിച്ചിരുന്ന DS-ൻ്റെ ദിനചര്യ, AVF-ഉം ഒരു സെയിൽസ് കോൾ എങ്ങനെ ചെയ്യാം,